നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത മെസ്സി വരുമെന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിലെ ആരാധകരെല്ലാം കാത്തിരുന്നു. പക്ഷെ അതെല്ലാം വെറുതെയായി. അപ്പോൾ ആ വിഷയം ചർച്ചയിലേക്ക് വരുമ്പോൾ ഇവിടെ കേരള സർക്കാരും മറ്റും ആരോപിച്ചിരുന്നത് അർജന്റീനയാണ് ഇതിൽ കുറ്റക്കാർ. അവരുടെ പിഴവ് മൂലമാണ് മെസ്സിയുടെ ഇങ്ങോട്ടേക്കുള്ള വരവ് തടസ്സപ്പെട്ടത് എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ഇതിൽ കേരള സർക്കാരിന്റെ അനാസ്ഥയാണ് ആ വരവിന് തടസ്സമായത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ സർക്കാർ ആരുടെ മേലാ കുറ്റം ആരോപിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്താണ് ഇനി ഉണ്ടാകുന്ന ഈ കേരള സർക്കാരിന്റെ എന്താണ് ഒരു രക്ഷപ്പെടൽ, എല്ലാ വിഷയത്തിലും അവർ സ്വയം കൈകഴുകി രക്ഷപ്പെടുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇതിലിനി അവർ എന്താണ് ചെയ്യാൻ പോകുമായിരുന്നു? അതായത് മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ആകെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ അതിന്റെ ഈ പറയുന്ന പോലെ സ്പോൺസർമാർ എന്ന് പറയുന്ന ഒരു പ്രമുഖ ചാനലും അതിന്റെ MDയും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തി എന്നുള്ളതാണ്. അതിൽ തന്നെ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്, അതായത് മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കൃത്യമായ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെ അവർ തന്നിരുന്നില്ല. മെസ്സി വരുമെന്നാണ് ആദ്യം ഈ പറയുന്ന സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞത്. അത് സർക്കാരിന്റെ വലിയ ഒരു കഴിവിന്റെ പുറത്ത് സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന എന്തോ കാര്യം പോലെയാണ് മന്ത്രി അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അടുത്ത ഇലക്ഷന് മുന്നിൽ യുവാക്കളുടെ കുറെ വോട്ടടിച്ച് എടുക്കാം, അല്ലെങ്കിൽ അവരെ ആവേശത്തിലെത്തിക്കാം എന്നൊക്കെയുള്ള നിലപാടായിരുന്നു. പക്ഷേ പിന്നെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പോർട്സ് മന്ത്രിയുടെ ഓഫീസും സ്പോർട്സ് മന്ത്രിയും പറഞ്ഞത് മെസ്സിയുടെ വരവിൽ അത്ര ഉറപ്പ് ഞങ്ങൾക്കില്ല എന്നുള്ള നിലയിലേക്ക് മാറ്റി. പിന്നെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് സർക്കാരിന് ഇതിൽ യാതൊരു ബന്ധവുമില്ല, എല്ലാ സ്പോൺസർമാരാണ് എന്നാണ്. അപ്പൊ അതായത് റിപ്പോർട്ടർ TV ആണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ള നിലയിലേക്ക് മാത്രമായി ആരുടെ ഈ അബ്ദുറഹ്മാന്റെ കാര്യം. അല്ല, കഴിഞ്ഞ ദിവസം വേറൊരു റിപ്പോർട്ട് കണ്ടായിരുന്നു. ഇവിടുന്ന് മന്ത്രിയും അതുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരും ഈ വിഷയത്തിന് വേണ്ടിയിട്ട് സ്പെയിനിൽ പോയി എന്ന് അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് പോയതെന്നാ പറയുന്നത്. അല്ല, അത് ഒരു കാര്യം, ഈ മെസ്സിയെ ക്ഷണിക്കാനും ഈ പറയുന്ന അർജന്റീനൻ ഫുട്ബോൾ ടീം അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്താനും ഒക്കെയാണ് പോയതെന്നാണ് പറയുന്നത്. അതിനെന്തിനാണ് ഇവർ സ്പെയിനിലേക്ക് പോയത് എന്ന ചോദ്യത്തിന് മന്ത്രി പറഞ്ഞത് സ്പെയിനിൽ ഇവരുടെ ഒരു പ്രമുഖ ഓഫീസ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ കാണാൻ പോയത് എന്നാണ് പറഞ്ഞത്. ശരി, അവർ സ്പെയിനിൽ പ്രമുഖ ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ എവിടെയാണ് അവർ പോയത്, ആരെയാണ് അവർ കണ്ടത്, എന്തായിരുന്നു അവരുടെ തമ്മിൽ സംസാരിച്ചത്, അതിന്റെ ഫോട്ടോകളോ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് കയ്യിലുണ്ടോ എന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ കരാറിലൊന്നും ഒപ്പിട്ടില്ല, അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണല്ലോ അപ്പൊ ഈ യാത്ര എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അല്ല, ആ യാത്ര നടത്തിയെന്ന് മാത്രമല്ല, അതിന് 13 ലക്ഷം രൂപയാണ് പൊട്ടിച്ചത്. 13 ലക്ഷം രൂപ മെസ്സിയെ കാണാൻ വേണ്ടി പൊട്ടിച്ചു കളഞ്ഞു സംസ്ഥാന സർക്കാർ. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്കൊരു ചെലവും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ ഇത് അവർ കണ്ടിട്ടുണ്ടോ? അന്ന് മാത്രമല്ല, ഈ ടീം അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ഒരു പ്രദർശന ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് ഈ ടീം എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ആരെയാണ് ഇവർ കാണാൻ പോയത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോ മൊത്തം കുറ്റവും അർജന്റീനൻ ടീമിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ഒരു സൂത്രം ഈ പറയുന്ന സ്പോൺസർമാരുടെയും സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്തുണ്ടായി. ഇനി ഇന്ത്യയിൽ എവിടെയെങ്കിലും മെസ്സി കളിക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കണം, ഞങ്ങളിതാ അങ്ങ് അർജന്റീനയെ അങ്ങ് ഇപ്പം ചാക്കിൽ കെട്ടാൻ പോവുകയാണെന്ന് തരത്തിലൊക്കെ ആയിരുന്നു സംസാരങ്ങൾ ഉണ്ടായിരുന്നത്. ഇതെങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ കേട്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അർജന്റീന ഇവിടുത്തെ വാർത്താ സമ്മേളനങ്ങളോ പത്രങ്ങളോ ഒന്നും വായിക്കുന്നില്ല, സൈറ്റുകളും കാണില്ലല്ലോ എന്ന ധൈര്യത്തിലാണ് അർജന്റീന ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. സത്യമാണ്. അപ്പം ഇപ്പോ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ അഥവാ AFAയുടെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള ലിയാനാർഡോ പീറ്റേഴ്സന്റെ കൃത്യമായ ഒരു പ്രതികരണം ഈ കാര്യത്തിലുണ്ട്. അത് നമ്മുടെ വാർത്ത കണ്ടിട്ട് പോയ പ്രതികരണം അല്ല കേട്ടോ. അദ്ദേഹത്തോട് ഒരു അന്താരാഷ്ട്ര സ്പോർട്സ് ജേർണലിസ്റ്റ് കുറച്ച് അവരുടെ ഒരു ഇന്റർവ്യൂയുടെ ഭാഗമായി ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കേരളമായിട്ടൊരു ബന്ധമുണ്ട്. അങ്ങനെ ബന്ധത്തിന്റെ പുറത്ത് ചോദിക്കുകയാണ്, കേരളത്തിലേക്ക് അർജന്റീന ഇങ്ങനെ പോകും, പ്രദർശന മത്സരത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാക്ക് പാലിച്ചില്ല എന്നുള്ളതാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2-3 വരി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇത് കള്ളമാണ്, ഇറ്റ്സ് നോട്ട് എ ട്രൂ എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ട്രൂ. അതുപോലെ തന്നെ ഇതിന്റെ കരാർ ലംഘിച്ചത് സംസ്ഥാന സർക്കാരാണ് എന്നാണ് ആര് പറയുന്നത്? അർജന്റീന പറയുന്നത്. അതായത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താ, ഇവർ പറഞ്ഞത് കംപ്ലീറ്റ് സ്പോൺസർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് നീങ്ങിയത് സർക്കാർ തലത്തിൽ തന്നെയാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. കരാർ സ്പോൺസറാണ്, അതായത് ഇവരെ കൊണ്ടുവരുന്നത് സ്പോൺസറാണ്, പക്ഷെ കൊണ്ടുവരാനുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തത്
സംസ്ഥാന സർക്കാരാണ്. ഞങ്ങൾക്കൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കൈമലർത്തിയത് ആരാണ് എന്നുള്ളത് ഇപ്പൊ ജനങ്ങൾക്ക് മുമ്പിൽ മനസ്സിലായി. അല്ല, അപ്പൊ സ്പോൺസറാണ് ഇതിന്റെ എല്ലാം ചെയ്യുന്നത് എങ്കിൽ ഇവരുടെ ഈ യാത്ര 13 ലക്ഷം പൊട്ടിച്ച യാത്രയിൽ ആ 13 ലക്ഷം കൊടുക്കേണ്ടിരുന്നത് ഈ സ്പോൺസർ അല്ലായിരുന്നു? അതെ, സ്പോൺസർ ആയിരുന്നു കൊടുക്കേണ്ടത്. അത് പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇവരെ ടൂറിന് പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടൂറിന് പോയിട്ട് അതിന്റെ ഒരു എന്താണ് വിനോദയാത്ര നടത്താൻ വേണ്ടി പോയിട്ട് അതിന്റെ പേരിൽ ഒരു മെസ്സി വെച്ചു അല്ലെങ്കിൽ അർജന്റീന വെച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ സത്യാവസ്ഥ അറിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമായിരിക്കും. പക്ഷെ ഇപ്പം ഈ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഈ പ്രതികരണം പുറത്തു വന്നതോടുകൂടി പെട്ടത് സംസ്ഥാന സർക്കാരാണ്. കാരണം സംസ്ഥാന സർക്കാർ കരാർ ലംഘിച്ചു എന്നാണ് ആര് പറയുന്നത്? അർജന്റീന പറയുന്നത്. നമ്മൾ നോക്കണം, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് വേൾഡ് കപ്പ് കളിക്കുന്ന അസോസിയേഷനാണ്. അവർക്ക് എവിടെയെല്ലാം പ്രദർശന മത്സരങ്ങളുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. അവർക്കൊരു മാർക്കറ്റിംഗ് വിങ് ഉണ്ട്, മാർക്കറ്റിംഗിന്റെ ഹെഡ് ഉണ്ട്. അതിന് ഒരു സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് കാര്യം. അവരാരെങ്കിലും മറ്റൊരു കരാർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കരാർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് മാത്രമേ അവർ വെക്കുള്ളൂ. അതിൽ എന്തെങ്കിലും തരത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ അന്താരാഷ്ട്ര കോർട്ടിൽ മറുപടി പറയേണ്ടി വരും. കൃത്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു തരത്തിലും ഇത്തരം കരാർ ലംഘനങ്ങൾക്ക് നിൽക്കാറില്ല. അവർ ആദ്യം കരാർ വെക്കുന്നതിന് മുമ്പ് ഈ കേരളത്തെക്കുറിച്ചും കേരളത്തിൽ കളിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ, ഫിഫ അനുശാസിക്കുന്ന രീതിയിലുള്ള സ്റ്റേഡിയങ്ങൾ ഇവിടെ ഉണ്ടോ? കാരണം ഓരോ അർജന്റീനൻ ഫുട്ബോൾ താരത്തിനും ഒന്നാം നിര താരങ്ങൾ വരുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഓരോ താരത്തിന്റെയും ഹെൽത്ത് അവർക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ലോക്കൽ ഗ്രൗണ്ടുകളിലൊന്നും അവർ കളിക്കാറില്ല. ഫിഫ അന്താരാഷ്ട്ര സ്റ്റേഡിയം മാത്രമേ, ആ ഫിഫയുടെ പല തരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു എ ബി ഇത്തരം ഗ്രേഡുകൾ ഉള്ളതിൽ മാത്രമാണ് ഇവർ കളിക്കുള്ളൂ. അപ്പൊ അതിൽ ഒരു ഗ്രേഡുള്ള നമ്മുടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം. അപ്പൊ കലൂരിൽ ഇത്തരത്തിലുള്ള സ്റ്റേഡിയം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് പറയാം. അതൊക്കെ കൃത്യമായി അന്വേഷിച്ച് മാത്രമാണ് ഫിഫ അല്ലെങ്കിൽ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു കരാർ വെക്കുള്ളൂ. അത്തരത്തിലൊരു കരാർ വെച്ചിട്ട് ആരാണ് കരാർ ലംഘിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ളവർ പറയുന്നു അവരാണ്, അവർ പറയുന്നു ഇവരാണ്. പക്ഷെ കുറച്ചുകൂടി വിശ്വാസയോഗ്യം ആരാണ്? അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ ഒരു റിപ്ലൈ ആണ് കുറച്ചുകൂടെ നമുക്ക് യാഥാർത്ഥ്യമായി കരുതാൻ കഴിയുക. കാരണം വെറും ഒരാളല്ല പറഞ്ഞിരിക്കുന്നത്, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ മാർക്കറ്റിംഗ് ഹെഡാണ് ഇത് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി എന്താണ് കേരളത്തിലുള്ള ഡെപ്യൂട്ടി തഹസീൽദാർമാരോടോ അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥന്മാരോടോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ HODമാരോടോ കളിക്കും പോലെ അല്ല ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംഘടനകളുമായി കളിക്കുന്നത് എന്ന് മാത്രം സർക്കാർ ഒന്ന് ഓർത്താൽ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും. അവിടെ ഇപ്പൊ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ അന്താരാഷ്ട്ര ഈ മത്സരങ്ങളൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രദർശന മത്സരങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റ് ആണ് ഈ കരാർ ലംഘനം നടത്തിയത് എന്ന് പറയുമ്പോൾ ആ കരാർ ലംഘനം എന്താണ്, ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സംസ്ഥാന സർക്കാരാണ്. അപ്പൊ സംസ്ഥാന സർക്കാർ അത് കൃത്യമായി വിശദീകരിക്കുകയും പണം കൃത്യമായി കൊടുത്തില്ലേ, പറഞ്ഞ പണം തന്നെയാണോ കൊടുത്തത്, 130 കോടി രൂപ കൊടുത്തു എന്നതിന്റെ തെളിവ് എന്താണ്? ഈ പറയുന്നത് പോലെ ഈ അർജന്റീനിയൻ ഫുട്ബോൾ താരങ്ങൾ, അതിൽ ഒന്നാം നിര താരങ്ങൾ തന്നെ ഇവിടെ വന്ന് കളിക്കും എന്ന് എന്തെങ്കിലും പറയുന്ന കരാർ ഉണ്ടായിരുന്നോ? മെസ്സി വരും എന്ന് എവിടെയെങ്കിലും ഇവർ പറഞ്ഞിരുന്നോ? അതോ പ്രദർശന മത്സരത്തിൽ പോകുന്ന രണ്ടാം നിര താരങ്ങൾ ഇവിടെ വരുമെന്നാണോ പറഞ്ഞത്? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ജനങ്ങളെ അങ്ങ് പറ്റിക്കാം, ഇതൊന്നും അർജന്റീനയെ അറിയില്ല എന്ന കാര്യത്തിന്റെ പുറത്ത് നടന്ന ഒരു ഈ പറയുന്നത് പോലെ പൊട്ടക്കിണറ്റിലെ തവളകളെ വിഡ്ഢികളാക്കുന്ന പോലത്തെ ഒരു നിലപാട് കേരളത്തിലെ ജനങ്ങളോട് എടുക്കാമെന്നായിരുന്നു ഇവർ കരുതിയത്. പക്ഷെ ഇപ്പോ സംസ്ഥാന സർക്കാർ കൃത്യമായി മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 13 ലക്ഷം രൂപ പൊട്ടിച്ചത് എന്തിനാണ് എന്നത് കൂടി ഇവർ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു.